ഞാൻ തൊല്ലത്ത് റോയൽ കസ്റ്റമേഴ്സ് കാവന്നൂർ. ഇന്ന് കാണിക്കുന്ന ഒരു മെറ്റിയോറാണ് കേട്ടോ. മെറ്റിയോർ അതിൻ്റെ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ മെറ്റിയോർ 60,000 മുകളിൽ കിലോമീറ്റർ ഓടിയൊരു വണ്ടിയാണ്. ഇത് ചെറിയ റിസർവേഷൻ വന്ന വണ്ടിയാണ്. കളർ ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്ന വണ്ടിയാണ് കേട്ടോ. കുറേ ചെറിയ വർക്കുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ 60,000 കിലോമീറ്റർ ഓടിയ വണ്ടിയുടെ ഒരു റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ വണ്ടി ഒന്ന് ഓടിച്ചിട്ട് സംസാരിക്കാം കേട്ടോ. അത് 64,200 വണ്ടി കിലോമീറ്റർ ഓടിയത്. ഇപ്പോൾ നമ്മളിപ്പോൾ മെറ്റിയോർ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഇപ്പോൾ ഇറങ്ങിയ ഒരു സമയമാണ് ഇപ്പോൾ ഇത്. മെറ്റിയോറിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വന്നിട്ട് സ്ലിപ്പർ ക്ലച്ചാണ്. അതേമാതിരി പഴയ കളറുകൾ കംപ്ലീറ്റ് നിർത്തിയിട്ട് പുതിയ ഡബിൾ ടോൺ കളറിലൊക്കെയാണ് ഡബിൾ ടോൺ കളറിലൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പഴയ കളറിലൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ പുതിയ കളറിലാണ് വരുന്നത്. അതേമാതിരി തന്നെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. 100 മാത്രം അവൈലബിൾ ആയിരുന്ന ഫാസ്റ്റ് ചാർജിങ് ഇപ്പോൾ വരുന്നുണ്ട്. അതേമാതിരി ഫ്രണ്ട് ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്റർ പിന്നെ ഒക്കെ LED ആയി. അതായത് ടോപ്പ് വേരിയൻറ്റിൽ മാത്രം ഉണ്ടായിരുന്ന ആ ഒരു ഓപ്ഷൻസൊക്കെ ഇപ്പോൾ പിന്നെ സ്റ്റാൻഡേർഡായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ട്രിപ്പർ നാവിഗേഷനും സ്റ്റാൻഡേർഡായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 20,000 അടുത്ത് ഇപ്പം ഒരു വണ്ടിക്ക് GST ഇതിൽ വില കുറവും വന്നിട്ടുണ്ട്. പിന്നെ സ്ലിപ്പർ ക്ലച്ച് എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ 100 വരുന്നുണ്ട്. അപ്പോൾ സ്ലിപ്പർ ക്ലച്ച് എന്ന് പറഞ്ഞാൽ വേണ്ടിയിട്ട് പുതിയ വണ്ടി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഇപ്പോൾ ഉള്ള മെറ്റീരിയൽ തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ സ്ലിപ്പർ ക്ലച്ച് പറഞ്ഞാൽ ക്ലച്ച് ലോക്കാവാതെ അതിനെക്കുറിച്ച് വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഗിയർ ഡൗൺ ചെയ്തിട്ട് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന പിന്നെ ടച്ച് ലോക്കിങ് ഒഴിവാക്കാൻ വേണ്ടിയാണ് സ്ലിപ്പർ ക്ലച്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 64,000 കിലോമീറ്റർ ഓടിയ വണ്ടിയുടെ ഒരു പെർഫോമൻസ് തന്നെ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്. സമയമില്ലാത്തതുകൊണ്ടാണ്. കാരണം പകലൊന്നും ഷോപ്പിൽ തിരക്കായത് കാരണം വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ചെറുങ്ങനെ മഴ ചാറിയിട്ടുണ്ട്. എന്നാലും നോക്കാം. ഇപ്പം റോയൽ എൻഫീൽഡ് എല്ലാവിധ അപ്ഡേഷനും ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന വണ്ടി തണ്ടർബേർഡാണ്. ഇപ്പോൾ 2002 തണ്ടർബേർഡിലാണ് ആദ്യമായിട്ട് AVL എഞ്ചിൻ വന്നിട്ടുള്ളത്. അതുമാതിരി തന്നെ ട്വിൻ സ്പാർക്ക് എഞ്ചിൻ 2007 വന്നിട്ടുള്ളത്. 2007 ട്വിൻ സ്പാർക്ക് എഞ്ചിനായിട്ട് വന്നു. അതുമാതിരി 2020 പിന്നെ മെറ്റിയോർ എന്നതിൽ J സീരീസ് എഞ്ചിനും തണ്ടർബേർഡാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതേമാതിരി ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ വന്നിട്ടുള്ളത് പിന്നെ മെറ്റിയോറിൽ തന്നെയാണ്. അപ്പം ഏതൊരു അപ്ഡേഷൻ റോയൽ എൻഫീൽഡ് ആദ്യം വരുന്ന വണ്ടി തണ്ടർബേർഡാണ് കേട്ടോ. തണ്ടർബേർഡ് തന്നെയാണ് ഈ മെറ്റിയോർ എന്ന് പറഞ്ഞ വാഹനം. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ റോയൽ എൻഫീൽഡ് വണ്ടി പുതിയ മോഡൽ വണ്ടി എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള വണ്ടിയും ഫ്രീ ആയിട്ട്, അതായത് നമ്മൾ പിന്നെ ഫ്രീ ആയിട്ടെന്ന് പറഞ്ഞാൽ റിലാക്സ് ആയിട്ട് റൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് സെലക്ട് ചെയ്യുന്ന വണ്ടി പിന്നെ മെറ്റിയോർ ആയിരിക്കും. കാരണം മെറ്റിയോറിൻ്റേതായ ഒരു റൈഡ് ക്വാളിറ്റി ഉണ്ട്. ബാക്കിയുള്ളൊരു വണ്ടിക്കും അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിൽ റൈഡ് ക്വാളിറ്റി പ്രദാനം ചെയ്യുന്നൊരു വണ്ടിയാണ് മെറ്റിയോർ. കാരണം പഴയ തണ്ടർബേർഡിൻ്റെ മാതിരി തന്നെ ഒരു വേറെ ഉള്ള റോയൽ എൻഫീൽഡിൽ നിന്ന് വേർതിരിച്ച് നിൽക്കുന്ന ഒരു ഡിസൈനൊന്നല്ല പിന്നെ മെറ്റിയോറിലുള്ളത്. മെറ്റിയോർ ശരിക്കും നമുക്ക് ഒരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇപ്പോൾ മെറ്റിയോറിലൂടെ പിന്നെ റോയൽ എൻഫീൽഡ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു പക്ക ക്രൂസർ എന്ന് അവകാശപ്പെടാൻ പറ്റില്ലെങ്കിൽ ക്രൂസർ സെഗ്മെൻറ്റിലാണ് ഈ വണ്ടി അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ലോങ് റൈഡിന് ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു വണ്ടി റോയൽ എൻഫീൽഡ് എന്ന വണ്ടി ഉപയോഗിക്കുന്ന ലോങ് റൈഡിനാണ് ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു സംശയം കൂടാതെ എടുക്കാൻ പറ്റിയ വണ്ടി മെറ്റിയോർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം കൊണ്ട് പിന്നെ ഇപ്പം ഫീച്ചർ ലോഡഡാണ് വണ്ടി. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളുള്ള ഫീച്ചേഴ്സുള്ളൊരു വാഹനമാണ് മെറ്റിയോർ. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള മാതിരി തന്നെ ഏതൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ കൂടെ നമ്മൾ ഏതൊരു J സീരീസ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഏതൊരു വണ്ടി എടുക്കുകയാണെങ്കിലും സെയിം പെർഫോമൻസ് ആയിരിക്കും വണ്ടി നമുക്ക് തരിക. അതായത് സെയിം പെർഫോമൻസ്, എഞ്ചിൻ വൈസ് സെയിം പെർഫോമൻസ് ആയിരിക്കും. പിന്നെ ക്രാങ്ക് വെയിറ്റ് എത്ര, സ്റ്റാൻഡേർഡിൻ്റെ ക്രാങ്ക് വെയിറ്റ് എത്ര, അത് പിന്നെ 100ൻ്റെ ക്രാങ്ക് വെയിറ്റ് എത്ര, ക്ലാസിക്കിൻ്റെ ക്രാങ്ക് വെയിറ്റ് എത്ര ഒന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം തന്നെ സെയിം ക്രാങ്ക് തന്നെയാണ് റോയൽ എൻഫീൽഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ബോഡി ആയിട്ട് നമ്മൾ വണ്ടിയിൽ ഇരുന്നിട്ട് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടി ഏതാണ് അത് സെലക്ട് ചെയ്യുക. പിന്നെ പ്രൈസ് വൈസ് നല്ല മാറ്റം വരുന്നുണ്ട്, അത് ഓക്കെയാണ്. നമ്മളൊരു വണ്ടി എടുത്തിട്ട് ഫിനാൻസിലാണ് ഇറക്കുന്നതെങ്കിലും കൂടെ നമ്മളൊരു വണ്ടി എടുത്തിട്ട് നമുക്ക് ആ ഒരു പിന്നെ പർപ്പസ്ഫുള്ളി നമുക്കൊരു ഷോർട്ട് റൈഡിനായിട്ട് വല്ല വെറുതെ ടൗണിലൊക്കെ ഇറങ്ങാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഷോർട്ട് റൈഡിന് ഉപയോഗിക്കുന്ന വാഹനമാണ് ഈ 100 ക്ലാസിക് എന്നുള്ള വാഹനങ്ങളൊക്കെ അതിന് പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം റിലാക്സ് റൈഡിങ് അല്ല,
പറ്റില്ല എന്നുള്ള ലോങ് റൈഡിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. പക്ഷേ റിലാക്സ് റൈഡിങ് അല്ല. നമ്മളൊരു വണ്ടി എത്ര തന്നെ റീഫൈൻഡ് എഞ്ചിനാണെങ്കിലും കൂടെ, വണ്ടി എത്ര റീഫൈൻഡ് ആണ്, എത്ര സ്മൂത്ത് ആണെങ്കിലും അതിന് ഏറ്റവും നമുക്ക് കംഫർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലാക്സ് റൈഡിങ് പൊസിഷനാണ്. ആ റിലാക്സ് റൈഡിങ് പൊസിഷനും റിലാക്സ് സീറ്റിംഗ് പൊസിഷനും ഇല്ലാതെ ഏതൊരു വാഹനം ഏതൊരു രീതിയിലുള്ള സ്മൂത്തുള്ള എഞ്ചിനാണെങ്കിലും നമുക്ക് ഒരു 10-30-40 കിലോമീറ്റർ ഓടുമ്പോഴേക്കും മടുപ്പുളവാക്കും. അപ്പം അതിൽ നിന്നുള്ള മോചനം തരുന്നൊരു വണ്ടിയാണ് മെറ്റിയോർ. അപ്പം ഫുഡ് ബാഗും പിന്നെ ബ്രേക്കും എല്ലാ കാര്യങ്ങളും ഗിയർ ഷിഫ്റ്റിംഗ് എല്ലാം തന്നെ ചെറിയൊരു ഫോർവേഡ് കൺട്രോൾ, അതായത് എഞ്ചിനിൽ നിന്ന് കുറച്ച് മുന്നോട്ടാക്കിയിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കാലിന് വലിയൊരു സ്ട്രെയിൻ ഇല്ലാതെ ഗിയർ ചേഞ്ച് ചെയ്യാൻ, ലോങ് റൈഡ് പിന്നെ പോകുന്ന സമയത്ത് കാലിന് മുട്ടിനോ അല്ലെങ്കിൽ പിന്നെ കാഫിനോ ഒന്നും പെയിൻ ഇല്ലാത്ത രീതിയിൽ ഗിയർ ചേഞ്ച് ചെയ്തും ബ്രേക്ക് ചെയ്തും കൊണ്ടുപോകാൻ പറ്റിയ രീതിയിലാണ് മെറ്റിയോർ ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ ഹാൻഡ്ലിങ് പക്ക ക്രൂസർ സെഗ്മെൻറ്റ് ഒന്നും പറയാൻ പറ്റില്ല എങ്കിലും ബാക്കിയുള്ള വണ്ടിയിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ക്രൂസ് ഒരു റിലാക്സ് പൊസിഷൻ തന്നെയാണ്. പിന്നെ സീറ്റിങ്ങിനാണെങ്കിലും പില്ലർ റൈഡേഴ്സിനാണെങ്കിലും കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ ഈ വണ്ടിയിൽ നിന്ന് 64,200 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. എന്നിട്ട് എഞ്ചിന് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് ബാക്കിയുള്ള വണ്ടികളൊക്കെ വെച്ച് ഇപ്പോൾ ബ്രേക്ക് ടൈമിലൊക്കെ പോയിട്ടുള്ള പിന്നെ നോക്കാതെ ഓടിയിട്ടുള്ള യൂസി വണ്ടികൾക്ക് 20,000-30,000 കിലോമീറ്റർ ഓടുമ്പോൾ എഞ്ചിൻ വർക്ക് ക്രാങ്കിൻ്റെ ബെയറിംഗ് പോയിട്ട് സൗണ്ട് വരാറുണ്ടായിരുന്നു. പക്ഷേ ഇതിന് അങ്ങനത്തെ ഒരു വിഷയങ്ങളൊന്നും കാണുന്നില്ല. പൊതുവെ മെറ്റീരിയൽ അങ്ങനത്തെ പ്രശ്നം ഇതുവരെ വന്ന് ഞാൻ കണ്ടിട്ടില്ല. നമ്മളടുത്ത് വന്നിട്ടില്ല. അങ്ങനത്തെ കംപ്ലയിൻ്റ് ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ അടുത്ത് വന്ന ശരിയായിട്ട് സർവീസ് ചെയ്യുന്ന വണ്ടിക്കൊന്നും അങ്ങനത്തെ ഒരു വിഷയം ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു യൂസിനേക്കാളൊക്കെ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് എൻജിൻ ലൈഫ് ഈ വണ്ടിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ആകെ ഒരു മൈനസ് എന്ന് പറഞ്ഞാൽ എല്ലാ സർവീസിനും ഇതിൻ്റെ വാൽവ് ക്ലിയറൻസും ചെക്ക് ചെയ്യണം. കാരണം യൂസി വണ്ടികളിലൊക്കെ ട്രഡീഷണൽ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ടാപ്പറ്റ് റോഡ് വെച്ചാണ് നമ്മൾ വാൽവ് ഓപ്പൺ ചെയ്തിരുന്നതെങ്കിൽ ഇത് എല്ലാ ന്യൂജൻ വണ്ടികളെ പോലെ തന്നെ ടൈമിംഗ് ചെയിൻ വെച്ചാണ് വാൽവ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് നമ്മൾ സർവീസ് ചെയ്യുന്ന എല്ലാ സമയങ്ങളും വാൽവ് ക്ലിയറൻസ് ചെക്ക് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇതിൽ വരാറുണ്ട്. അപ്പോൾ ഈ വണ്ടി ഉപയോഗിക്കുന്നവരെല്ലാം ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ടൈമിംഗ് ചെയിൻ ഭാഗം ശ്രദ്ധിക്കുക. അതേമാതിരി ടൈമിംഗ് ചെയിൻ വാൽവ് ക്ലിയറൻസ് എല്ലാം ശ്രദ്ധിച്ച് കൊണ്ടുപോവുക. അതേമാതിരി യൂസി വണ്ടിൻ്റെ മാതിരി തന്നെ ട്വിൻ സ്പാർക്ക് അല്ലാത്തത് കൊണ്ട് സിംഗിൾ സ്പാർക്കാണ് വണ്ടിയിലുള്ളത്. അതുകൊണ്ട് സ്പാർക്ക് പ്ലഗിൻ്റെ കാര്യങ്ങളും സ്പാർക്ക് പ്ലഗിൻ്റെ അഡാപ്റ്ററും പീരിയോഡിക്കലായിട്ട് മാറ്റി കൊടുക്കുക. ഇതിന് മെയിനായിട്ട് നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിക്ക് പിക്കപ്പ് കുറവ്, ഒരു പെർഫോമൻസ് കുറവൊക്കെ സ്പാർക്ക് പ്ലഗിൻ്റെ ആ ഒരു അഡാപ്റ്ററും സംബന്ധിച്ചാണ് കൂടുതലും കണ്ടുവരാറുള്ളത്. അതുകൊണ്ട് ഒരു കിലോമീറ്റർ കഴിഞ്ഞ് വണ്ടികൾ കറക്റ്റായി സ്പാർക്ക് പ്ലഗ് മാറ്റി കൊടുക്കുക. അതേമാതിരി അഡാപ്റ്റർ മാറ്റി കൊടുക്കുക. കാരണം മെയിൻ്റനൻസ് വൈസ് എന്ന് പറഞ്ഞാൽ സാധാരണ BS6 വണ്ടികളുമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും മെറ്റിയോറിലും അതായത് J സീരീസ് പ്ലാറ്റ്ഫോമിലും ഒരു വണ്ടിക്കും ഇതുവരെ കണ്ടുവന്നിട്ടില്ല. അതൊരു പ്രശ്നക്കാരനൊന്നും അല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ വണ്ടി എന്ന് തന്നെ എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ പറ്റും. പിന്നെ ഇത് ഈ ക്രാങ്ക് വെയിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ക്രൂസർ വണ്ടിക്ക് ഏറ്റവും നല്ല മിഡ് റേഞ്ച് പെർഫോമൻസ് ആണ് വേണ്ടത്. ഹൈ സ്പീഡും ലോ സ്പീഡും ഒന്നുമില്ല, മിഡ് റേഞ്ച് പെർഫോമൻസ് ആണ് പിന്നെ ശരിക്ക് ക്രൂസർ വണ്ടികൾക്ക് ഏറ്റവും അധികം വേണ്ട ഒരു ഗുണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനിപ്പോൾ നോക്കുകയാണ്, ഈ ഒരു വണ്ടി ഇപ്പോൾ ടോപ്പ് ഗിയറിലാണ് വണ്ടി ഓടുന്നത്. നോക്കട്ടെ എത്ര കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത് നോക്കുക. കാണുന്നുണ്ടോ എന്നറിയില്ല. അതായത് എഞ്ചിനൊന്നും ഇടിക്കാതെ തന്നെ ഒരു 40. അപ്പോൾ ഞാനിതിപ്പോൾ 30 സ്പീഡിലാണ് പോകുന്നത്. ചെറിയൊരു ഇറങ്ങി വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പുള്ളിയും കൂടെ ഉള്ളതുകൊണ്ട് അറിയുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ സ്ലോ ഡൗൺ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ പക്ക വണ്ടി സ്ലോ ഡൗൺ ചെയ്തു. 30 നിന്നാണ് ഗ്രാജുവലി വണ്ടി എടുക്കുന്നത് കേട്ടോ. ചെറിയൊരു ഇടിപ്പുണ്ടെങ്കിലും എവിടെ നിന്നാണ് സ്റ്റേബിളാണെന്ന് നോക്കാം. ഓക്കെ 40 കേട്ടോ. 40 വണ്ടി സ്റ്റേബിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് യൂസി സ്റ്റാൻഡേർഡ് എന്ന് പറയാൻ പറ്റില്ല. ഒരു ക്ലാസിക്കിനേക്കാളൊക്കെ ഒരുപാട് രീതിയിൽ ഒരു 5ാമത്തെ ഗിയറിൽ നമുക്ക് നല്ലൊരു പെർഫോമൻസ് മീറ്റർ പിന്നെ ലോ ആൻഡ് ടോർക്ക് ഈ വണ്ടി തരുന്നുണ്ട്. റോയൽ എൻഫീൽഡിൻ്റെ മാത്രം പ്രത്യേകതയാണ് കേട്ടോ. റോയൽ എൻഫീൽഡ് എന്ന ബ്രാൻഡിന് മാത്രമേ ലോ ആൻഡ് ടോർക്ക് എന്നതിൽ അവകാശപ്പെടാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നു. അതായത് അടിക്കടി ഗിയർ മാറ്റുന്ന ഒരു ആവശ്യമൊന്നും മെറ്റിയോറിലും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സുഖസുന്ദരമായിട്ട് ക്രൂസ് ചെയ്ത് പോകാൻ പറ്റും. ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് പില്ലർ റൈഡേഴ്സ് വെച്ചിട്ടാണ്. അപ്പോൾ തനിച്ചല്ല യാത്ര ചെയ്യുന്നത്, പില്ലർ റൈഡേഴ്സും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ടോർക്ക് വണ്ടിയും കൂടുതൽ ഫുൾ ലോഡിലും ഈ വണ്ടി ടോർക്ക് കിട്ടുന്നുള്ളതാണ് വാസ്തവം. തിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ രാത്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് റോഡ് വ്യൂസ് ഒന്നും കിട്ടില്ല, വെറും മീറ്ററിൻ്റെ ലൈറ്റ് മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ. പക്ഷേ ക്ഷമിക്കണം, കാരണം ഇന്ന് വീഡിയോ എടുക്കാൻ പകലെടുക്കണമെന്ന് കരുതിയായിരുന്നു, പക്ഷേ പറ്റിയില്ല. അപ്പോൾ നാളെ ആയിക്കഴിഞ്ഞാൽ അത് അത്രയും പറ്റില്ല, അത്രയും തിരക്കുള്ള ഒരു സമയമാണിപ്പം. അപ്പം നിങ്ങൾക്കൊരു മെറ്റ്യോറിനെ കുറിച്ചൊരു പൂർണ്ണ ധാരണ തരിക എന്നുള്ളതായിരുന്നു. കാരണം ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രൂസർ സെഗ്മെൻറ്റിലെ വണ്ടികളാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനെ പൊലിപ്പിച്ച് പറയുന്നല്ല കേട്ടോ. കാരണം നിങ്ങൾക്കൊരു വണ്ടി എടുക്കാൻ ആഗ്രഹമുണ്ട്, റോയൽ എൻഫീൽഡിൽ പോയിട്ട് മെറ്റ്യോർ തന്നെ എടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. മെറ്റ്യോർ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി, ഒരു റോയൽ എൻഫീൽഡ് ഇപ്പോഴുള്ള കാറ്റഗറിയിൽ ഏറ്റവും നല്ല വണ്ടി, റൈഡ് ക്വാളിറ്റിയിലും റിലാക്സ് റൈഡിങ്ങിലും മുന്നിൽ നിൽക്കുന്ന വണ്ടിയെന്ന് തന്നെ പറയാം. അപ്പം അത് കഴിഞ്ഞ് പിന്നെ പ്രൈസ് വൈസാണ് എല്ലാവർക്കും ഇതൊരു വിഷയം ഉണ്ടാവും. ഒരു ബുള്ളറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഏതായാലും വണ്ടി എടുക്കുകയല്ലേ, പിന്നെ നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഒരു വണ്ടി എടുത്ത ആളുകളാരും തന്നെ പിന്നെ എല്ലാവരും തന്നെ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ കസ്റ്റമേഴ്സൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. ഈ വണ്ടി എടുത്ത് ഉപയോഗിക്കുന്ന ആളുകളാണ്, ലോങ് റൈഡിന് പറ്റിയൊരു വണ്ടിയാണെന്ന് തന്നെ അവരൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് മെറ്റ്യോർ എന്ന വാഹനങ്ങൾ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇതാണ്. ഓടിച്ചോടത്തോളം പ്രശ്നങ്ങളും കംപ്ലയിൻസുകളും ഒന്നും ഇല്ല എന്നുള്ളൂ. 64,000 കിലോമീറ്റർ ഓടിയിട്ടും ഈ വണ്ടിക്ക് പെർഫോമൻസിനോ മറ്റോ ഒരു പ്രശ്നങ്ങളും ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഏകദേശം മെറ്റ്യോറിനെ കുറിച്ച് ഏകദേശം ഒരു ചെറിയൊരു ധാരണ കിട്ടിയെന്ന് തോന്നുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ എന്തോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. എനിക്ക് കഴിയുന്ന സമയങ്ങളിലൊക്കെ ആൻസർ തരുന്നതാണ്. അടുത്ത വീഡിയോ കൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.